ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുന്നതിന് താൻ എന്താ എനിക്ക് പകരം തരുക? സൂര്യൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൾ മനസ്സിലാവാതെ അവനെ പകച്ചു നോക്കി. സർ, അവൾ പതുക്കെ അവനെ വിളിച്ചു. യെസ്, താൻ എന്ത് എനിക്ക് തരും? ഗായത്രി അവനെ തുറിച്ചു നോക്കി. ആ കണ്ണുകളുടെ വലുപ്പം കൂടുന്നത് അവൻ നോക്കി നിന്നു. ഒരു ചെറിയ പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ മുട്ടിട്ടു. എടോ, അവൻ അവളുടെ മുഖത്തിനു നേരെ വിരൽ ഞൊടിച്ചു. അവൾ നെറ്റി ചുളിച്ച് അവനെ നോക്കി. താനിത് ഏത് ലോകത്താണ്? സർ, ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലേ? അവൻ ഗൗരവത്തോടെ അവളെ നോക്കി. അവൾ പതുക്കെ തലയാട്ടി. പിന്നെന്താ താൻ മറുപടി പറയാതെ? അവൻ പൊട്ടിവന്ന ചിരി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ എന്ത് ഹെൽപ്പാണ് സാറിന് ചെയ്യുക? അവളുടെ നിഷ്കളങ്കമായ മുഖഭാവവും ആലോചനയുമൊക്കെ അവനിൽ വല്ലാതെ വാത്സല്യം നിറച്ചു. പാവം, കാര്യമായിട്ട് തന്നെ ചിന്തിക്കുകയാണ്. എടോ, താൻ അധികം ചിന്തിച്ച് ഈ കുഞ്ഞിത്തല ചൂടാക്കണ്ട. പകരം നന്നായി പഠിച്ച് നല്ല നിലയിലെത്തിയാൽ മതി. അവൻ അവളെ നോക്കി. ഞാൻ പഠിച്ചോളാം സർ. അങ്ങനെ ടോപ്പ് പൊസിഷനിലൊക്കെ എത്തിയാൽ നമ്മളെയൊക്കെ മറക്കുമോ താൻ? അവൻ്റെ ചോദ്യത്തിൽ പെട്ടെന്ന് അവളുടെ കണ്ണു നിറഞ്ഞു. സർ, എനിക്ക് അവൾ ഗദ്ഗതം വന്ന് സംസാരിക്കാൻ പറ്റാതായി. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ അവൻ വല്ലാതായി. എടോ, താൻ ഇത്രയേ ഉള്ളൂ? അയ്യേ, കണ്ണു തുടച്ചേ താൻ. ഞാൻ തന്നെ ഒന്ന് ചിയറപ്പ് ചെയ്യാൻ പറഞ്ഞതല്ലേ. താനിങ്ങനെ ഇമോഷണൽ ആവാതെ. എൻ്റെ മനസ്സിൽ സാർ ഇപ്പോൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ വയ്യ. എന്നെപ്പോലെ ഒരു കുട്ടിയെ സാറിന് സഹായിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും സാറിൻ്റെ സമയമൊക്കെ കളഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാർ വന്നു. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. സൂര്യന് ചിരി വന്നു. മതി, താനിപ്പോൾ ഈ കരച്ചിലൊന്ന് നിർത്തിയാൽ മാത്രം മതി. നന്ദിയൊന്നും വേണ്ട. എനിക്ക് പെൺകുട്ടികൾ കരയുന്നത് കാണുന്നത് തീരെ ഇഷ്ടമല്ല, സൂര്യൻ പറഞ്ഞു. അവൾ വേഗം തന്നെ കണ്ണുകൾ തുടച്ച് അവനെ നോക്കി. താങ്ക് യു, അവൾ മെല്ലെ പറഞ്ഞു. ഓക്കെ, വരവ് വച്ചിരിക്കുന്നു. അവളുടെ മുഖത്തും ഒരു കുഞ്ഞു ചിരി വന്നു. അവൻ്റെ കാർ അപ്പോഴേക്കും ക്യാമ്പസിനുള്ളിൽ കയറിയിരുന്നു. താനിപ്പോൾ ക്ലാസ്സിലേക്ക് ചെല്ലൂ. ഞാൻ ശ്രീജ മാമിനോട് സംസാരിച്ച് തന്നെ അറിയിക്കാം. ഓക്കെ സർ. അവൾ അനുവാദത്തിനെന്നോണം അവനെ നോക്കി. ക്ലാസ്സിലേക്ക് പോയിക്കോ. അവൻ പറഞ്ഞതും അവൾ തല കുലുക്കി. ഫോൺ എടുത്ത് സിമിയെ വിളിച്ച് അവൾ ലൈബ്രറിയിലേക്ക് പോയി. സിമി ലൈബ്രറിയിലെത്തിയപ്പോൾ ഗായത്രി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ട് സിമി ഓടി വന്നു. എന്താടി പറ്റിയത്? നെറ്റിയിലെ മുറിവ് കണ്ട് ആകുലതയോടെ അവൾ ചോദിച്ചു. ഗായത്രി വിശദമായി വീട്ടിൽ നടന്ന കാര്യങ്ങളും ഇന്ന് രാവിലെ സൂര്യൻ സർ തന്നെ കണ്ടതുമൊക്കെ ഗായത്രിയോട് വിശദമായി അവളോട് പറഞ്ഞു. സൂര്യൻ സർ തൻ്റെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്പോൺസറെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞതും അവൾ സിമിയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് സിമി ഗായത്രിയെ കെട്ടിപ്പിടിച്ചു. എനിക്ക് സന്തോഷമായടി പെണ്ണെ. നിന്റെ നല്ല മനസ്സിനും സ്വഭാവത്തിനും നിനക്ക് ചീത്തയായിട്ടൊന്നും വരില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ സൂര്യൻ സാറിന് നിന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന്. അന്ന് നീ വിശ്വസിച്ചില്ല. അവൾ പറയുന്നത് കേട്ട് ഗായത്രി അവളെ തന്നെ നോക്കി. ശരിയാണ്, തനിക്ക് വേദനിച്ചപ്പോഴും താൻ കരഞ്ഞപ്പോഴും ഒക്കെ സാറിൻ്റെ മുഖത്ത് ആകുലത താൻ കണ്ടതാണ്. നമുക്ക് കണ്ടുപിടിക്കാടി. സിമി ഗായത്രിയെ നോക്കി കണ്ണിറുക്കി. അടുത്ത പീരിയഡിനുള്ള ബെല്ലടിച്ചപ്പോൾ അവർ രണ്ടാളും ക്ലാസ്സിലേക്ക് പോയി. സൂര്യൻ ഓഫീസിലെത്തി നേരെ ശ്രീജ മാമിനെ പോയി കണ്ടു. ഗായത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ഇത്തരമൊരു സിറ്റുവേഷനിൽ അവളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ടീച്ചറും സമ്മതിച്ചു. മാമിൻ്റെ കെയർ ഓഫിൽ ഗായത്രിക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ ശരിയാക്കേണ്ട എല്ലാ പ്രൊസീജിയറുകളും
ശ്രീജ മാമും സൂര്യനും കൂടി ചെയ്തു. ലഞ്ച് ബ്രേക്ക് സമയത്ത് ശ്രീജ ടീച്ചർ ഗായത്രിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കോളേജ് ഹോസ്റ്റലിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ടെന്നും ഒന്നും പേടിക്കേണ്ടെന്നും അവർ അവളോട് പറഞ്ഞു. ടീച്ചറിൻ്റെ കയ്യിൽ അമർത്തി അവൾ വിങ്ങിക്കരഞ്ഞു. എന്തിനാ കുട്ടി കരയുന്നത്? നീ എനിക്ക് മകളെപ്പോലെ തന്നെയാണ്. അവർ അവളെ ആശ്വസിപ്പിച്ചു. ഈ ചെറിയ പ്രായത്തിൽ അവളുടെ ദുരവസ്ഥ കണ്ട് ടീച്ചർക്ക് അവളോട് വല്ലാത്ത അലിവ് തോന്നി. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞുള്ള അവർ സൂര്യൻ്റെ ക്ലാസ്സാണ്. അവൻ ഗൗരവത്തോടെ ക്ലാസ് എടുക്കുന്നത് ഗായത്രി ശ്രദ്ധിച്ചു. രാവിലെ തന്നോട് ഇത്രയും കരുതൽ കാണിച്ച ആളാണ് എന്ന് പറയുകയില്ല. ഇടയ്ക്ക് സൂര്യൻ ഗായത്രിയെ നോക്കിയപ്പോൾ അവൾ ഈ ലോകത്തൊന്നുമല്ല എന്ന് അവന് തോന്നി. അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഗായത്രി! അവൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടതും അവൾ നടുങ്ങി. അപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഭാഗത്തെ ഒരു ചോദ്യം അവൻ അവളോട് ചോദിക്കുകയും ചെയ്തു. അവളാണെങ്കിൽ ഉത്തരം പറയാൻ കഴിയാതെ കുഴഞ്ഞു. അടുത്തിരുന്ന സിമിയെയും അവൻ എഴുന്നേൽപ്പിച്ച് ചോദ്യം ചോദിച്ചു. ചോദ്യത്തിൻ്റെ മുന്നിൽ അവളും മിഴിച്ചു നിന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതിന് കണ്ണുപൊട്ടുന്ന വഴക്ക് പറഞ്ഞ് സൂര്യൻ രണ്ടാളോടും ഇരിക്കാൻ പറഞ്ഞു. കാലമാടൻ! സിമി പിറുപിറുത്തു. പിന്നെ മനസ്സിൽ എന്തൊക്കെയോ വിഷമം നിറഞ്ഞെങ്കിലും ഗായത്രി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിയായപ്പോൾ സൂര്യൻ ശ്രീജ മാമിനോട് അടുത്ത ഒരു വർഷം ഗായത്രിയുടെ എഡ്യൂക്കേഷന് ആവശ്യമായ പണം കമ്പനി അവൾക്കായി ഓപ്പൺ ചെയ്ത അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നും ഹോസ്റ്റൽ അക്കോമഡേഷൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സും ശ്രീജ മാമിനോട് പൂർത്തിയാക്കാനും അവൻ നിർദ്ദേശിച്ചു. 4 മണിയായപ്പോൾ ശ്രീജ ടീച്ചർ ഗായത്രിയോടും സിമിയോടും ഹോസ്റ്റലിലേക്ക് റൂം ഒക്യുപ്പൈ ചെയ്യാൻ അവരുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു. അവർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുൻപ് സൂര്യൻ്റെ റൂമിലേക്ക് പോയി. സൂര്യ, ഞാൻ എന്നാൽ ഗായത്രിയെ കൂട്ടി ഹോസ്റ്റലിൽ പോയിട്ട് വരാം. മാം, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട സൂര്യ. ഓക്കെ മാം. ശ്രീജ ടീച്ചർ ഗായത്രിയെയും സിമിയെയും കൂട്ടി ഹോസ്റ്റലിലെത്തി. കോളേജിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഹോസ്റ്റലിലേക്കുള്ളൂ. നല്ല വൃത്തിയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്റ്റലാണത്. അവിടുത്തെ റിസപ്ഷനിലെത്തിയപ്പോൾ ഒരു കന്യാസ്ത്രീയാണ് മുൻവശത്ത് ഇരിക്കുന്നത്. ശ്രീജ മാഡം ഗായത്രിക്ക് റൂം അവൈലബിലിറ്റി ചോദിച്ചിരുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവർ ഗായത്രിയെയും സിമിയെയും ടീച്ചറിനെയും മാറി മാറി നോക്കി. അവരുടെ തുറിച്ചു നോട്ടം കണ്ട് ഗായത്രിക്ക് പേടിയായി. ഇവർ ഒരു മൂഷേട്ടയാണെന്ന് തോന്നുന്നു. സിമി ഗായത്രിയുടെ ചെവിയിൽ പിറുപിറുത്തു. മാഡം, ഇവിടെ സിംഗിൾ റൂം കിട്ടില്ല എന്നും ഷെയറിംഗ് റൂമോ അല്ലെങ്കിൽ ഡോർമിറ്ററിയോ മാത്രമേ കിട്ടൂ എന്നും അവർ ഇത്തിരി ദേഷ്യത്തോടെ ശ്രീജ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സിംഗിൾ റൂം കിട്ടുമെന്നാണല്ലോ പറഞ്ഞത്. ടീച്ചർ അവരോട് വീണ്ടും ചോദിച്ചു. സിംഗിൾ റൂമൊക്കെ ഫുൾ ആണ് മാം. മാത്രമല്ല VIP-കളുടെ മക്കൾക്കൊക്കെ അലോട്ടഡ് ആണ് അത്. അവരുടെ സംസാരം ശ്രീജ മാമിന് ഇഷ്ടപ്പെട്ടില്ല. ഈ തള്ള നമുക്ക് പണി തരുമെന്ന് തോന്നുന്നു. സിമി വീണ്ടും പിറുപിറുത്തു. മാം, എനിക്ക് റൂം ഷെയറിങ്ങോ ഡോർമിറ്ററിയോ എന്തെങ്കിലും മതി, ഗായത്രി പറഞ്ഞു. സൂര്യനോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ടീച്ചർ അത് പറഞ്ഞുകൊണ്ട് സൂര്യനെ ഫോൺ ചെയ്തു. എന്താ മാം? മറുതലയ്ക്കൽ സൂര്യൻ ഫോൺ എടുത്തു. സൂര്യ, അത് പിന്നെ ഈ ഹോസ്റ്റലിൽ സിംഗിൾ റൂം അവൈലബിൾ അല്ലെന്ന് പറയുന്നു. പിന്നെ ടീച്ചർ റിസപ്ഷനിലിരുന്ന സിസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് സഹകരണം ലഭിച്ചില്ല എന്നുള്ളതും അവനോട് പറഞ്ഞു. റൂം ഷെയറിങ്ങോ ഡോർമിറ്ററിയോ മതിയോ സൂര്യ? മാഡം ചോദിച്ചു. വേണ്ട മാം, റൂം ഷെയറിംഗ് ഒക്കെ ആയാൽ പഠിക്കാനൊക്കെ ഗായത്രിക്ക് ബുദ്ധിമുട്ടായാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഗായത്രിയുടെ നേരത്തെ ശബ്ദം ഫോണിലൂടെ അവൻ കേട്ടു. മാഡം, ഒരു 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യൂ.
ഞാൻ അറേഞ്ച് ചെയ്തോളാം. അവൻ ഫോൺ കട്ട് ചെയ്തു. സാർ എന്താ പറഞ്ഞത് മാം? സിമി ടീച്ചറിനോട് ചോദിച്ചു. അത് സൂര്യൻ ഇപ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞത്. സാറിനത് ബുദ്ധിമുട്ടായി കാണും. ഗായത്രിക്ക് ആകെ വിഷമം തോന്നി. താൻ കാരണം സാറിന് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നല്ലോ. തൻ്റെ ആരുമല്ലാത്ത ഒരാൾ തനിക്ക് വേണ്ടി. അവളുടെ മനസ്സ് മനസ്സിലാക്കിയെന്നോണം സിമി അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ടെൻഷൻ അടിക്കേണ്ട, അവൾ പതുക്കെ പറഞ്ഞു. അവർ റിസപ്ഷനിലിരിക്കുന്ന സമയം തന്നെ ഒരു ഫോൺ കോൾ വരികയും റിസപ്ഷനിലെ സിസ്റ്ററിൻ്റെ മുഖം വിവർണമാകുന്നതും ശ്രീജ ടീച്ചർ കണ്ടു. യെസ് മദർ, അവർ ഇവിടെയുണ്ട്. ഓക്കെ മദർ, കൊടുത്തോളാം മദർ. അങ്ങനെയെല്ലാം അവർ ഭവ്യതയോടെ സംസാരിക്കുന്നത് കണ്ടു. ഫോൺ വെച്ച് അവർ ശ്രീജ ടീച്ചറെ വിളിച്ചു. നിങ്ങൾക്കൊരു സിംഗിൾ റൂം തരാൻ പറഞ്ഞിട്ടുണ്ട്. സിമിയും ഗായത്രിയും ടീച്ചറും അന്തം വിട്ട് അവരെ നോക്കി. സിംഗിൾ റൂം ഇല്ലെന്നല്ലേ പറഞ്ഞത്? ടീച്ചർ ചോദിച്ചു. അതെ, ഇപ്പോൾ മഠത്തിൽ നിന്ന് മദർ വിളിച്ചിരുന്നു. ഗായത്രിയുടെ സ്പോൺസറാണ് ഞങ്ങൾ നടത്തുന്ന അനാഥാലയങ്ങൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോറി, സാധാരണ സിംഗിൾ റൂമുകൾ VIP-മാരുടെ കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റൂം ഇല്ലെന്ന് പറഞ്ഞത്. അവർ ചമ്മിയ മുഖത്തോടെ പറഞ്ഞു. ശ്രീജ ടീച്ചർ കനത്തിലൊന്ന് മൂളി. ടീച്ചറിൻ്റെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. സൂര്യനാണ് എന്ന് പറഞ്ഞ് അവർ ഫോൺ എടുത്തു. മാം, റൂം ഓക്കെ അല്ലേ? ഓക്കെ ആണ് സൂര്യ, ടീച്ചർ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. സിമി ഒരു കള്ളച്ചിരിയോടെ ഗായത്രിയെ നോക്കി. ഒരു കെയർ ടേക്കർ റൂമിൻ്റെ കീയുമായി വന്ന് അവരെ 2ാം നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂം തുറന്ന് കാണിച്ചു കൊടുത്തു. നല്ല ഭംഗിയുള്ള ഒരു റൂം തന്നെയായിരുന്നു അത്. പഠിക്കാനുള്ള സ്റ്റഡി ടേബിളും അലമാരയും ഒരു ഷെൽഫും കട്ടിലും കിടക്കിയും ബാത്റൂം അറ്റാച്ച്ഡ് റൂമുമാണ്. അത്യാവശ്യം വലിപ്പവുമുണ്ട് റൂമിന്. ഗായത്രിക്ക് റൂം കണ്ട് കണ്ണ് തള്ളി. ഇത്ര നല്ല റൂമൊന്നും വേണ്ടിയിരുന്നില്ല മാം. ഇതിന് ഒരുപാട് റെൻ്റാവില്ലേ? എടോ, താൻ അത് ഓർത്ത് വെറീഡാവണ്ട. തൻ്റെ 1 വർഷത്തേക്കുള്ള എഡ്യൂക്കേഷന് ആവശ്യമായ തുക മുഴുവനും അവർ ഓൾറെഡി തന്നു കഴിഞ്ഞു. 1 വർഷത്തേക്കുള്ള ഹോസ്റ്റൽ ഫീസും പേ ചെയ്തിട്ടുണ്ട് എന്നാണ് സൂര്യൻ സാർ ഇപ്പോൾ പറഞ്ഞത്. ഇത് കേട്ട് ഗായത്രിയും സിമിയും കണ്ണുമിഴിച്ചു. ആരായിരിക്കും ആ സ്പോൺസർ? സിമി അടക്കിയ സ്വരത്തിൽ അവളോട് ചോദിച്ചു. എനിക്കറിയില്ല, ഗായത്രി പതുക്കെ പറഞ്ഞു. മാമിന് അറിയാവോ ഏതാണ് ഈ VIP സ്പോൺസർ എന്ന്? അറിയില്ല മോളെ, സൂര്യൻ്റെ കോണ്ടാക്ട്സിലുള്ള ആരോ ആണ്. എന്തായാലും അക്കോമഡേഷൻ ശരിയായല്ലോ, ശ്രീജ മാം പറഞ്ഞു. റൂമിൽ തന്നെ ബക്കറ്റും മഗ്ഗുമൊക്കെയുണ്ട്. 2-3 ബെഡ്ഷീറ്റും ടേബിൾ ഷീറ്റും പുതയ്ക്കാൻ ബ്ലാങ്കറ്റും ഒക്കെ പുറത്തു പോയി വാങ്ങി വരാം. ഗായത്രിക്കും റൂം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്ര നല്ല ഒരു റൂം അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതേയില്ല. ഗായത്രിയുടെ വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗും കോളേജ് ബാഗും ഒക്കെ റൂമിൽ വെച്ച് ഡോർ പൂട്ടി അവർ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനായി ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ടീച്ചർ, എൻ്റെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ല, ഗായത്രി വിഷമത്തോടെ മാമിനോട് പറഞ്ഞു. സാരമില്ല കുട്ടി, ഞാൻ അടച്ചോളാം. അവർ വല്ലായ്മയോടെ ടീച്ചറെ നോക്കി. അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സൂര്യൻ്റെ കോൾ വീണ്ടും എത്തി. മാം, റൂം ഓക്കെ ആണോ? ഗായത്രിക്ക് റൂം ഓക്കെ ആണല്ലോ. ഒന്നും പ്രശ്നമില്ല സൂര്യ. ഞങ്ങളിപ്പോൾ ഗായത്രിക്ക് 2 ബെഡ്ഷീറ്റും മാറ്റ്സും ഒക്കെ വാങ്ങാൻ വേണ്ടി പുറത്തു വന്നതേയുള്ളൂ. മാഡം അവിടെ നിൽക്കൂ, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി. 2 മിനിറ്റിനുള്ളിൽ സൂര്യൻ്റെ കാർ അവരുടെ അടുത്തെത്തി. ടീച്ചർ ഫ്രണ്ടിലും ഗായത്രിയും സിമിയും പിൻവശത്തും കയറി. എവിടേക്കാണ് ടീച്ചർ പോകേണ്ടത്? ടെക്സ്റ്റൈൽസിൽ പോകാം സൂര്യ. നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുമ്പിൽ അവൻ കാർ നിർത്തി. അവർ ആവശ്യമായ സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും
സൂര്യൻ ബിൽ പേ ചെയ്തു. ടീച്ചറിനെയും സിമിയെയും അവൻ ബസ് സ്റ്റോപ്പിൽ ഇറക്കി. ഗായത്രി ഇറങ്ങാൻ നോക്കിയതും സൂര്യ, താൻ ഗായത്രിയെ കൂടി ഹോസ്റ്റലിൻ്റെ മുന്നിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യുവോ? ശ്രീജ ടീച്ചർ അവനോട് ചോദിച്ചു. ഞാൻ കൊണ്ടാക്കിക്കോളാം മാം, അവൻ പറഞ്ഞു. ഇറങ്ങാനായി നിന്ന ഗായത്രിയോട് ടീച്ചർ വീണ്ടും കാറിൽ കയറാൻ പറഞ്ഞു. അവൾ പിൻസീറ്റിലേക്ക് വീണ്ടും കയറി. ഹോസ്റ്റലിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ സൂര്യൻ മിററിലൂടെ അവളെ നോക്കി. മുഖം കുനിച്ച് ഇരിക്കുകയാണ്. ഗായത്രി, സൂര്യൻ വിളിച്ചു. താൻ എന്താ മിണ്ടാത്തത്? ഒന്നുമില്ല എന്ന് അവൾ ചുമലനക്കി. താൻ ഹോസ്റ്റലിൽ ഓക്കെ അല്ലേ? എന്തെങ്കിലും ആവശ്യം വന്നാൽ താൻ പറയാൻ മടിക്കരുത്. അവൻ ഹോസ്റ്റലിന് പുറത്ത് കാർ നിർത്തി. സീറ്റിൽ വച്ചിരുന്ന ഒരു ബാഗിൽ നിന്ന് ഒരു കാർഡ് പുറത്തെടുത്തു. അവളുടെ നേരെ നീട്ടി. ഇത് കമ്പനി തന്നെ സ്പോൺസർ ചെയ്യുന്നത് കൊണ്ട് അവർ നിനക്ക് തരുന്ന പ്രൊവിഷനാണിത്. അവൻ ആ കാർഡ് ഗായത്രിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഒരു ഡെബിറ്റ് കാർഡായിരുന്നു. നെക്സ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു കാർഡ്. ഈ കാർഡ് താൻ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ ആവശ്യത്തിന് പൈസ ഉണ്ടാവും. തൻ്റെ കോളേജ് ട്യൂഷൻ ഫീസ് ഒക്കെ ഡയറക്റ്റായി അവർ പേ ചെയ്യുകയും ചെയ്യും. അതൊന്നും താൻ വരീഡാവണ്ട. സർ, അവളുടെ കണ്ണു നിറഞ്ഞു. ആ കണ്ണ് താൻ തുടച്ചേ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. സാറിന് ഈ സ്പോൺസറെ അറിയാവൂ? എനിക്ക് നേരിട്ട് അറിയില്ല, ഒരു ഫ്രണ്ട് വഴിയുള്ള റിലേഷനാണ്, അവൻ പറഞ്ഞ് ഡാഷ്ബോർഡിൽ നിന്നും രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ടാബ്ലറ്റുകളുടെ കവറും അവൻ പുറത്തെടുത്തു അവൾക്ക് നീട്ടി. താൻ മരുന്ന് കഴിക്കാൻ മറക്കേണ്ട, ഇനി പോയിക്കോ. അവൾ 2-3 നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. മൈ ഗോഡ്, ഈ പൂച്ചക്കുട്ടി അവളുടെ സ്പോൺസറെ കണ്ടുപിടിച്ചു, അവൻ മനസ്സിലാലോചിച്ചു. ഗായത്രി അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി കാറിൽ നിന്ന് ഇറങ്ങി. താങ്ക് യു സർ, അവൾ പറഞ്ഞുകൊണ്ട് ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. തുടരും. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.